ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എ വയർ 3.5 meters long is to be cut into 2 pieces with one piece bent into a square and other into an equilateral triangle. The length of the sides of both must be the same. How should be the wire be cut? അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? എ വയർ 3.5 meters ലോങ്. 3.5 എന്ന് പറയുന്നത് 3.5 എന്ന് നമുക്ക് എഴുതാം. 3.5 എന്ന് പറയുന്നത് ഒരു വയറ് 3.5 മീറ്റർ നീളമുണ്ട്. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? ഇത് 2 പീസായിട്ട് കട്ട് ചെയ്തു. വിത്ത് 1 പീസ് ബെൻഡ് ഇൻറ്റു എ സ്ക്വയർ. നമുക്കറിയാം സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ സൈഡ്സ് ആണ് അല്ലേ? 4 ഈക്വൽ സൈഡ്സ് ഉള്ള ക്വാഡ്രിലാറ്ററലിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഈ അതർ ഇൻറ്റു ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ മീൻസ് എന്താ? എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ളതെന്നാണ് ഇക്വിലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പം ഇത് മുറിച്ചിട്ട് ഒരു ട്രയാങ്കിളും ഒരു സ്ക്വയറും ഉണ്ടാക്കിയിരിക്കുക. ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ബോത്ത് മസ്റ്റ് ബി സെയിം. അപ്പം രണ്ടിൻ്റെയും സൈഡ് എന്താണ്? സെയിം ആണ്. അപ്പം നമ്മൾ എന്തെടുക്കാൻ പോകുന്നത്? ലെറ്റ് 1 സൈഡ് ബി എക്സ്. ട്രയാങ്കിളിൻ്റെ സൈഡും സ്ക്വയറിൻ്റെ സൈഡും ഈക്വൽ ആണ് അല്ലേ? ദ ലെങ്ത് ഓഫ് ദി വയർ ഇസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ ആൻഡ് പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ. നമ്മൾ പറഞ്ഞു ഈ എല്ലാ വശവും കൂടെ കൂട്ടുന്നതാണ് പെരിമീറ്റർ. സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4x ഉണ്ടല്ലേ? ഇതിൻ്റെ പെരിമീറ്റർ, അതായത് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 3x. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് നമുക്ക് കിട്ടും? ഈ വയറിൻ്റെ ലെങ്ത് കിട്ടും അല്ലേ? അപ്പോൾ 4x + 3x ഈസ് ഈക്വൽ ടു 3.5. 4x എന്താ? ഈ സ്ക്വയറിൻ്റെ പെരിമീറ്ററും 3x എന്ന് പറയുന്നത് എന്താണ്? ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററുമാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 3.5 കിട്ടും. അപ്പം 4 3 7 7x അല്ലേ? 7x ഈസ് ഈക്വൽ ടു 3.5. x ഈസ് ഈക്വൽ ടു 3.5നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.5 ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് x എന്ന് പറയുന്നത് 0.5 മീറ്റർ ആണ്. ഒരു സൈഡ് എന്ന് പറയുന്നത് 0.5 മീറ്റർ ആണ് അല്ലേ? പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ 4x ആണ്. 4 × 0.5 ദാറ്റ് ഈസ് 2 മീറ്റർ. അടുത്തത് പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ 3 × 0.5 ദാറ്റ് ഈസ് 1.5 മീറ്റർ. നിങ്ങൾ 13 എന്ന് എഴുതിയിട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി കേട്ടോ. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമല്ലേ ഉള്ളേ? അപ്പോൾ ഈ 5ഉം 3ഉം പോയിന്റ് ഇല്ലാതെ അങ്ങ് ഗുണിക്കുക. 15 ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 1.5 മീറ്ററിന് കിട്ടും. ദ വയർ ഷുഡ് ബി കട്ട് ഇൻറ്റു 2 സെൻറ്റിമീറ്റർ ആൻഡ് 1.5 സെൻറ്റിമീറ്റർ. സോറി, 2 മീറ്റർ ആണ്. 2 മീറ്റർ ആൻഡ് 1.5 മീറ്റർ. ഓക്കെ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ക്ലബ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ട് ടെക്സ്റ്റിലെ എക്സർസൈസ് ആയിരുന്നു നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. ദ ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ ദ സ്ലിപ്പേഴ്സ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദി ബാഗ്? അപ്പം എന്താ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. 1100 രൂപയ്ക്ക് പ്രിയ ഒരു ബാഗും ഒരു പെയർ സ്ലിപ്പേഴ്സും വാങ്ങിച്ചു. അപ്പോൾ ദ ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ ദ സ്ലിപ്പേഴ്സ്. സ്ലിപ്പേഴ്സിനേക്കാൾ 300 രൂപ കൂടുതലാണ് എന്തിന്? ബാഗിന്. അപ്പം നമ്മൾ കുറവ് വിലയുള്ള സ്ലിപ്പേഴ്സിൻ്റെ കോസ്റ്റ് എക്സ് ആയിട്ട് എടുക്കുക. ലെറ്റ് കോസ്റ്റ് ഓഫ് സ്ലിപ്പേഴ്സ് ബി എക്സ്. ദെൻ ദ കോസ്റ്റ് ഓഫ് ദ ബാഗ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 300 അല്ലേ? എക്സ് എന്ന് പറയുന്നത് സ്ലിപ്പറിൻ്റെ വിലയാണ്. അതിനേക്കാൾ 300 കൂടുതലാണ് ബാഗിൻ്റെ വില. അപ്പോൾ അതാണ് നമ്മൾ എക്സ് പ്ലസ് 300 എന്ന് എഴുതിയത് ബാഗിൻ്റെ വില. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര ആയിരുന്നു? 1100 അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 300 ഇസ് ഈക്വൽ ടു 1100. അപ്പം ഈ എക്സും എക്സും കൂടെ കൂട്ടുമ്പോൾ 2x + 300 ഈസ് ഈക്വൽ ടു 1100. 2x is equal to 1100 minus 300. ഈ 300 ഇവിടെ കൂട്ടിയേക്കും ആയതുകൊണ്ട് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താ നമ്മൾ മൈനസ് ചെയ്യും.
അപ്പോൾ 2x is equal to 800. x is equal to 800 divided, ഇവിടെ 2x എന്ന് പറയുന്നത് 2 into x ആണ്. അപ്പോൾ x is equal to 800 divided by 2, that's equal to 400. അത് x എന്ന് പറയുന്നത് എന്താ, സ്ലിപ്പറിൻ്റെ വിലയാണ് അല്ലേ. കോസ്റ്റ് ഓഫ് സ്ലിപ്പർ ദാറ്റ് ഈസ് x is equal to 400. Then cost of bag is equal to 400. അതായത് x plus 300 എന്നാണ് പറഞ്ഞത്. 400 plus 300 that is 700. അങ്ങനെ നമുക്ക് സ്ലിപ്പറിൻ്റെയും ബാഗിൻ്റെയും വില 400 എന്നും 700 എന്നും കിട്ടി. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. The sum of two numbers is 26 and their difference is 4. What are the numbers? അപ്പം എന്താണ്, ദ സം ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് നമ്പറുകളുടെ സം എന്ന് പറയുന്നത് 26 ആണ്. ആൻഡ് ദെയർ ഡിഫറൻസ്, അവയുടെ ഡിഫറൻസ് 4 ആണ്. വാട്ട് ആർ ദ നമ്പേഴ്സ്? അപ്പോൾ നമ്മൾ സ്മോളർ നമ്പർ എക്സ് ആയിട്ട് എടുക്കുക. ലെറ്റ് ദ സ്മോളർ നമ്പർ ബി എക്സ്, ദെൻ ദ അതർ നമ്പർ ഈസ് എക്സ് പ്ലസ് 4. ദാറ്റ് എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ ഡിഫറൻസ് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്മോളർ നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ എക്സ് പ്ലസ് 4 ആയിരിക്കും. The sum of two numbers is equal to x plus 4. അതായത് സെക്കൻഡ് നമ്പർ x plus 4 ആണ്, ഫസ്റ്റ് നമ്പർ x ആണ്. അങ്ങനെ x plus 4 എന്ന് വന്നു. അപ്പോൾ അത് രണ്ടും കൂടെ x plus 4 is equal to 26. എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2x plus 4 is equal to 26. 2x is equal to 26 minus 4. ഈ 4 ഈക്വൽ സൈഡിന് അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും മൈനസ് ആകും. 26 minus 4 that's equal to 22. അതായത് 2x is equal to 22. x is equal to 22 divided by 2 that's equal to 11 അല്ലേ. സ്മോളർ നമ്പർ that is x is equal to 11. Larger number 11 plus 4 that's equal to 15.